ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തേക്കാട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രാവൽ വ്ളോഗ് ഒന്ന് എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ എന്തിനാണ് കോട്ടയത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മോളും ടീമും CBSE സബ്ജക്റ്റ് കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഫസ്റ്റ് നേടി അവർക്ക് സ്റ്റേറ്റിലേക്ക് കളിക്കാൻ ചാൻസ് ഉണ്ടായി. അപ്പോൾ ഈ വർഷത്തെ CBSE സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത് കോട്ടയം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലാണ്. അപ്പം നമ്മൾ അവിടത്തേക്കാട്ടോ പോകുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ട് എത്തി, ദേവി കൃഷ്ണ. അവളുടെ അമ്മയും ബ്രദറുമാണ് കേട്ടോ ഒരുമിച്ചുള്ളത്. അപ്പം ഞങ്ങളുടെ ട്രെയിന് 7:30 കേട്ടോ. പക്ഷേ 8 മണിയായിട്ടും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ട്രെയിൻ കുറച്ച് ലേറ്റാന്ന് കണ്ടു. 9 മണിക്കൊക്കെയാണ് എത്തുമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ മോളും മോളുടെ ഫ്രണ്ടും കൂടി റീൽസൊക്കെ എടുത്തു. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ കൃത്യം ഒരു 9:15 നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ നമ്മളൊക്കെ അതിലോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഇവർക്കൊരു കൂട്ട് കിട്ടി. കണ്ണൂരേക്ക് പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. അവൻ നമ്മുടെ കുട്ടികളോട് കുറച്ച് കൂട്ടുകൂടി. അവന് നമ്മുടെ കുട്ടികളെ നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർക്ക് താഴെ ഇരുന്ന് മടുത്തു തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മേലോട്ടൊന്നും ഇരിക്കട്ടെ, ഞങ്ങൾ 4 പേരും കൂടി മേലെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മേലെ കയറി ഇരുന്നു. അപ്പം ഞാൻ ഈ സമയം പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കരുതി നല്ലൊരു സീനറിയാണ്, അപ്പം നമുക്കൊന്ന് ഫോണിലോട്ട് പകർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്തേക്കുള്ള കാഴ്ച കുറച്ച് ഫോണിലോട്ട് പകർത്തിയെടുത്തു കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ, ട്രെയിനിലോട്ട് പോകുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച കാണാൻ. അങ്ങനെ കണ്ണൂരെത്തിയപ്പോൾ മറ്റേ ഫാമിലി ഇറങ്ങിയേക്ക് കേട്ടോ. പിന്നെ അവൻ ഇറങ്ങിയപ്പോൾ ഇവർക്കൊരു വേറൊരു കൂട്ട് കിട്ടി. ഇവരപ്പുറത്തെ സീറ്റിലാട്ടോ ഇരുന്നത്. പിന്നെ പിള്ളേരുടെ ഒച്ചയിട്ട് ഈ കുട്ടി ഇപ്പുറത്തേക്ക് വന്നു. പേര് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞത്. നല്ലൊരു സ്മാർട്ട് കുട്ടിയായിരുന്നു കേട്ടോ. ഇവരോട് പെട്ടെന്ന് തന്നെ കൂട്ടുകൂടി. കളിയും ചിരിയും അങ്ങനെയൊക്കെ. എന്നാൽ സമയം പോയത് നമുക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു 1:15 ആകുമ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പിന്നെ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൂടിയായിട്ട് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ മോളെ വിളിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടോ. മോളെ, ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് മോൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ പതിയെ മൂവ് ആവാൻ തുടങ്ങി. പിന്നെ അടുത്തതായി ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. ഞാൻ ഇതും കൂടി എൻ്റെ മോൾക്കൊന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. മോളെ, ഇതാണ് ഭാരതപ്പുഴ എന്നൊക്കെ. ഇതിൻ്റെ മറ്റൊരു പേരാണ് നിള. കൂടാതെ കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ കൂടിയാണ് നമ്മുടെ ഈ ഭാരതപ്പുഴ. പക്ഷേ ഇപ്പോൾ വെള്ളം നന്നേ കുറവാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും അപ്പുവിലെത്തി. ഇവർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അപ്പുവിനെ എഴുത്തിനിരുത്തി വരുന്ന വഴിയാണ് കേട്ടോ. തൃശ്ശൂർക്കാരാണ്. അപ്പോൾ അപ്പു നന്നായി മോളോട് കളിക്കുന്നുണ്ട്. മോൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പുവിനെ. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ എപ്പോഴാണ് പ്രോഗ്രാം എപ്പോഴാണെന്ന് ചോദിച്ചു. എപ്പോഴാണ് തിരിച്ചു വരുന്നതൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ ഇവൻ്റെ കളിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ, ഇവൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ അധികം എടുത്തിട്ടുള്ളത് ട്രെയിനിൽ. പിന്നെ എൻ്റെ മോൾക്ക് അപ്പുവിനെ നന്നായി ബോധ്യപ്പെട്ടു. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൾ അപ്പുവിനെ വിടുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പു അധികവും മോളൂട്ടിയുടെ മടിയിൽ തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ തൃശ്ശൂർ എത്താറായപ്പോൾ അപ്പു ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നു കേട്ടോ. നല്ലൊരു സുന്ദര കുട്ടപ്പനാണ്. അപ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്ന് അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ മോൾക്ക് എന്തോ ഒരു കുറച്ച് സങ്കടം പോലെ തോന്നി. കുറച്ച് സമയമെങ്കിലും അവളെപ്പുറം കളിച്ച് നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു. പിന്നെ തൃശ്ശൂർ എത്തിയപ്പം ഞങ്ങൾക്ക് ഫുഡ് എത്തി. ഞങ്ങൾ ഫുഡ് ഓൺലൈനിൽ ഓർഡറാക്കിയതാണ്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡറാക്കിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5:45 നമ്മൾ കോട്ടയത്തേക്ക് എത്തി. ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കോട്ടയത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട് ഇവിടെ കോട്ടയം. അപ്പം അവരെ വിളിച്ചിട്ട് അവരെ വീട്ടിലേക്ക് രാത്രി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ വീട്ടിലാണ് പോകുന്നതെന്ന്. അപ്പോൾ കസിൻ്റെ അച്ഛനാണ് ഓട്ടോക്കാരനോട് ഫോണിലൊക്കെ സംസാരിച്ചത്. സ്ഥലമൊക്കെ അങ്കിൾ തന്നെ ഓട്ടോക്കാരോട് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞങ്ങൾ അവിടത്തേക്കാണ് പോകുന്നത്. ഒരു മണിക്കൂറോ 1.25 മണിക്കൂറോട്ട് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയിലിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഒരു 7 ഞങ്ങൾ വീട്ടിലെത്തി ഫ്രഷായി ഫുഡ് കഴിക്കുന്നതാണ്. ഇതാണ് കേട്ടോ വിജയങ്ങൾ. ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഡിന്നർ കഴിക്കുന്നത്. പിന്നെ ഇതാണ് ഐശ്വര്യയുടെ മോൾക്ക് ഒരു ദിവസം മുന്നേ മോഹിനിയാട്ടമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം മുന്നേ എത്തി. എന്നിട്ട് അവളൊരു ഹോട്ടൽ റൂം എടുത്തതായിരുന്നു 2 ദിവസത്തേക്ക്. പിന്നെ ഞങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തി. അപ്പം ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ 2 ദിവസത്തേക്ക്. അവിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വിജയ് അങ്കിളും ആൻറ്റിയും കൂടി നല്ലൊരു ഡിന്നറാണ് ഞങ്ങൾക്ക് ഒരുക്കിയത്. പിന്നെ അവർ ഞങ്ങളോട് ഇന്ന് ഇവിടെ തങ്ങിക്കോന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി 2 ദിവസത്തേക്ക് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരുന്നു സ്കൂളിൻ്റെ അടുത്ത് തന്നെ. നമ്മളോട് രാവിലെ തന്നെ ഒരു 6 മണിക്ക് മേക്കപ്പിന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ നിന്നില്ല. ഞങ്ങൾ നേരെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. പിന്നെ പിള്ളേരൊക്കെ ഡാൻസായി, ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ബൈ.